ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. നിസാൻ്റെ എക്സ്ട്രയിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അൺഒഫീഷ്യലായിട്ടുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വണ്ടി കാണാൻ നേരത്ത് നമുക്ക് തോന്നുന്നൊരു കാര്യം, എന്തിനായിരുന്നു ഇങ്ങനൊരു വണ്ടി ഇപ്പോൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യം എന്നാണ്. ഈ ഒരു വീഡിയോ ഫുള്ള് കാണുമ്പം നിങ്ങൾക്കും ഈ ഒരു ചോദ്യം വരും. അപ്പം ഈ ഒരു എക്സ്ട്രയിലിൻ്റെ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു സോഫ്റ്റ് റോഡ് SUV ആയിട്ടാണ് ഗ്ലോബലി അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ CR-Vയും അതേപോലെ ഔട്ട്ലാൻഡർ അതിൻ്റെയൊക്കെ ഒരു കമ്പാരിസൺ, അതിൻ്റെയൊക്കെ ഒരു സെഗ്മെൻറ്റിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. നമ്മുടെ ഫോർച്യൂണറോ അല്ലെങ്കിൽ എൻഡേവർ അതേപോലത്തെ ആ ഒരു അത്യാവശ്യം നല്ലപോലെ ഓഫ് റോഡിങ് കേപ്പബിൾ ആയ ഒരു SUV ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു സോഫ്റ്റ് റോഡ് SUV ആയിട്ട്, അതായത് ഒരു ഓൾ വീൽ ഡ്രൈവൊക്കെ ഉള്ള ഒരു SUV ആയിട്ടാണ് ഇതിനെല്ലാവരും ഗ്ലോബലി കമ്പയർ ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ ഇത് കൊണ്ടുവന്നപ്പം പലരും പറയുന്നത് ഫോർച്യൂണറിൻ്റെ ഒരു റൈവലാണ് ഇതെന്നാണ്. പക്ഷേ ഫോർച്യൂണർ റൈവൽ ഇതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വില കൊണ്ട് മാത്രമേ ഇത് ആ ഒരു ഫോർച്യൂണറിന് ഒരു റൈവലാകത്തുള്ളൂ. ഇപ്പം വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വണ്ടി തന്നെയാണ്. നല്ല മാസി ലുക്കാണ്, നല്ല റോഡ് പ്രസൻസ് ഒക്കെ വണ്ടി തരുന്നുണ്ട്. 20 ഇഞ്ചിൻ്റെ അലോയ് വീലൊക്കെയാണ് അവർ കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ഓവറോൾ ഡയമെൻഷൻ നോക്കിയാലും ഫോർച്യൂണറിൻ്റെ അത്രയും വലിപ്പമില്ലെങ്കിലും ഏകദേശം അത്രയും വലിപ്പം ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ചെറിയ വ്യത്യാസമേ ഫോർച്യൂണറായിട്ടൊക്കെ ഈ ഒരു വണ്ടിക്ക് വരുന്നുള്ളൂ. അപ്പം നല്ലപോലെ തന്നെ മാസീവായ നല്ല റോഡ് പ്രസൻസ് വരുന്ന ഒരു വണ്ടിയാണ് പുതിയ എക്സ്ട്രയിൽ. ഇനി ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. 12.3 ഇഞ്ചിൻ്റെ ഫുള്ളി ഡീറ്റെയിൽ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഡ്യുവൽ സോൺ AC വരുന്നത്, പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്, പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. സെക്കൻഡ് റോ സീറ്റിലും ഒരുപാട് അഡ്ജസ്റ്റബിലിറ്റി ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും, അത് സ്ലൈഡ് ചെയ്തതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ സെക്കൻഡ് റോ സീറ്റിലും ഒരുപാട് ഫീച്ചേഴ്സും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 7 എയർ ബാഗുകളാണ് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് പവർ ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഹിൽ ഹോൾഡർ അസിസ്റ്റ് അതേപോലത്തെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. 360 ഡിഗ്രിയുടെ ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടം വരെ വണ്ടി വലിയ കുഴപ്പമില്ല, ലുക്കുണ്ട്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇനി പ്രശ്നം എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ എഞ്ചിനാണ്. ഇതിൽ വരുന്നത് ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു എഞ്ചിനാണ്. അതും ഇതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ. അതിൽ 12 വോൾട്ടിൻ്റെ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റവും വരുന്നുണ്ട്. വണ്ടിക്ക് 163 PS ആണ് പവർ വരുന്നത്. 300 Nm ആണ് ടോർക്ക് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഫോർച്യൂണറിൻ്റെയും അതേപോലെ നമ്മുടെ ആ ഒരു MUXൻ്റെയൊക്കെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന വണ്ടിക്ക് കൊടുത്തേക്കുന്നത് വെറും 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. പവർ എന്ന് പറയുന്നത് 163 PS ഉള്ളൂ, 300 Nm ടോർക്കേ ഉള്ളൂ. അതായത് ഇതൊരു സോഫ്റ്റ് റോഡ് SUV ആണ്. ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വണ്ടിക്ക് ഇത്രയും പവർ മതി. അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വില കൂടെ കേൾക്കണം. ഇത് കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റായിട്ട്, അതായത് CBU ആയിട്ടാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത്. CBU ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നിടത്ത് ഇതിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 40 ലക്ഷം രൂപയാണ്. അപ്പം 40 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും പവറുള്ള ഈ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഈ ഒരു വണ്ടി മേടിക്കാൻ പോകുന്നത്. അതായത് ഒരു വലിയ വണ്ടി ലുക്ക് മാത്രമേ ഉള്ളൂ. അത്രയും ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളിതിന് 40 ലക്ഷം രൂപ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പം നമ്മുടെ XUV 700 ഉണ്ട്. അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് വെറും 15 ലക്ഷം രൂപയ്ക്കാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആളുകൾ ഈ ഒരു എക്സ്ട്രയിലിനെ കമ്പയർ ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ ഒരു XUV 700 വെച്ചാണ്. കാരണം അത്രയ്ക്ക് നല്ല ഫീച്ചേഴ്സും അതേപോലെ പവറും കാര്യങ്ങളൊക്കെയാണ് XUV 700 വരുന്നത്. ഈ ഒരു വണ്ടിനേക്കാളും പവർ കൂടുതൽ നമ്മുടെ XUV 700 കൊണ്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട്, നല്ല റോഡ് പ്രസൻസും തരുന്നുണ്ട്. ഇതിൻ്റെ പകുതി വില പോലും നമ്മുടെ XUV 700 വരുന്നില്ല. ഇനി ഫോർച്യൂണർ വെച്ച് കമ്പയർ ചെയ്താലും ഫോർച്യൂണറിനും ഏകദേശം ഈ വിലയൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ അത് റിയൽ ആയിട്ടുള്ള SUV ആണ്. ലാഡർ ഫ്രെയിമാണ് വരുന്നത്. റിയൽ ആയിട്ടുള്ള SUV ആണ്, നല്ല റോഡ് പ്രസൻസ് വരുന്നുണ്ട്. ഒരു SUV-യുടെ ആയ എല്ലാ ഗുണങ്ങളും അതിനും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഡ്രൈവ് വേർഷൻ മാത്രമേ ഇന്ത്യയിൽ കൊണ്ടുവരുള്ളൂ അവർ പറഞ്ഞേക്കുന്നത്. ഓൾ വീൽ ഡ്രൈവുള്ള ഉണ്ട്, പക്ഷെ അത് ഇന്ത്യയിൽ കൊണ്ടുവരത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ എന്തിനാണ് 40 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ഇങ്ങനൊരു വണ്ടി വാങ്ങുന്നത്? ഫോർച്യൂണറോ MUXോ അതേപോലത്തെ ട്രൂ ആയിട്ടുള്ള SUV അല്ല, ഓഫ് റോഡൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ XUV 700 അതേപോലെ തന്നെ ഈ സെഗ്മെൻറ്റിലുള്ള നമ്മുടെ ഗ്ലോസ്റ്റർ അതേപോലത്തെ വണ്ടികളിൽ കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ ഇതിൽ കിട്ടുന്നുള്ളൂ. ഇനി വിലയാണെങ്കിൽ നല്ല പോലെ വിലയും കൊടുക്കണം. അപ്പം എന്തിനു വേണ്ടിയായിരിക്കും നിസാൻ ഇങ്ങനെ ഒരു വണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ഫോർച്യൂണറിന് ഒരു എതിരാളി എന്ന് പറയുന്ന നേരത്ത് ഒന്നെങ്കിൽ നമ്മുടെ എൻഡേവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ നമ്മുടെ Isuzu MUXൻ്റെ പുതിയ വേർഷൻ, ഏറ്റവും പുതിയ വേർഷൻ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ഇന്ത്യയിലേക്ക് വരണം. ഈ രണ്ട് വണ്ടികളും വന്നാൽ മാത്രമേ നമ്മുടെ ഫോർച്യൂണറിന് ഒരു നല്ല കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.